ഇന്ന് ബദർ ദിനമാണ്. ആ ബദറിന്റെ ചരിത്രം നമ്മളെല്ലാവരും പഠിച്ചവരാണ്, നമ്മളെല്ലാവരും അറിഞ്ഞവരാണ്. പക്ഷെ ഓരോ വർഷക്കാലം കഴിയുമ്പോഴും ആ ബദരീങ്ങളെ കുറിച്ച് പലരും മറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ 313 സ്വഹാബത്തിനെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. ആ ബദരീങ്ങളുടെ മഹത്വവും അവരുടെ പവിത്രതയും അവരുടെ സ്ഥാനവും അവരുടെ ഈമാനിന്റെ ആഴവും നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടവരാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ബദരീങ്ങളുടെ ശ്രേഷ്ഠത എന്താ? ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനോട് സംസാരിക്കുമ്പോൾ ഒന്ന് ശബ്ദമുയർത്തി സംസാരിച്ചു, ഒന്ന് ദേഷ്യപ്പെടുന്ന രീതിയിൽ ഒന്ന് സംസാരിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തി, ബദറിൽ പങ്കെടുത്ത സ്വഹാബിയ, ഉഹദ് മലയോളം സ്വർണം നീ അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിന് വേണ്ടി ചെലവഴിച്ചാലും ഈ ബദരീങ്ങളോളം മഹത്വം നിനക്ക് വരില്ല. അതുകൊണ്ട് നിന്റെ സംസാരം നീ താഴ്ത്തണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായിരുന്നു ബദരീങ്ങളുടെ മഹത്വം, അതായിരുന്നു ബദരീങ്ങളുടെ ശ്രേഷ്ഠത.